SJ ഫുഡ് ട്രാവലിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന കൽപ്പാത്തിയാണ്. കൽപ്പാത്തി രഥോത്സവത്തിന്റെ അവസാന ദിവസമായ ഇന്ന് മഹാരഥ സംഗമമാണ്. കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് ശാസ്ത്രം. അതുകൊണ്ട് തന്നെ കൽപ്പാത്തിയുടെ രഥത്തിന്റെ കാഴ്ചകളും രുചികളും ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 3 ദിവസമായി നടന്നുകൊണ്ടുള്ള രഥസംഗമം ഇന്ന് അവസാനത്തിലെത്തി നിൽക്കുകയാണ്. ഇന്നാണ് മഹാരഥ പ്രയാണം. അതിന്റെ ഒരു കാഴ്ചകളുമാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 ദിവസങ്ങളിൽ, അതായത് 1-ാം തേര്, 2-ാം തേര്, 3-ാം തേര്, ഇന്ന് 3-ാമത്തെ ദിവസമാണ്. ഇന്നാണ് മഹാരഥ സംഗമം. അപ്പോ നമ്മള് കൽപ്പാത്തിന്റെ രുചികൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇതിന്റെ പ്രസാദൂട്ട്, ഒരു ക്ഷേത്രത്തിലെ പ്രസാദൂട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്. എന്തായാലും നമ്മളെ ഭയങ്കര ക്രൗഡാണ്. നമുക്കങ്ങനെ എന്താ പറയാ, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണം മേടിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല, പക്ഷെ നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ? അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയ ഫുഡ്. നമുക്ക് ചെറിയ സ്പേസിൽ കഴിക്കാൻ, അപ്പോൾ കഴിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ എടുത്തു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചില പപ്പടം ഉണ്ട്, പെരിയുണ്ട്, ഓലുണ്ട്, പുളിയിഞ്ചി ഉണ്ട്, പിന്നെ നമ്മുടെ നല്ല പായസം ഉണ്ട്, അരിപ്പായസം, പഞ്ചാര പായസം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു എന്താ പറയാ പ്രസാദൂട്ട്. കൽപ്പാത്തി രഥോത്സവത്തിന് വരുന്ന എല്ലാവരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഫുഡ് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ എന്താ പറയാ, നമ്മള് ഫുഡ് കഴിക്കാനും കുഴപ്പമില്ല, നല്ല നാടൻ ഫുഡ്, നമ്മുടെ എന്താ പറയാ പാലക്കാടിന്റെ പക്ക ഫുഡ്. അപ്പൊ നമ്മൾ കൽപ്പാത്തി അഗ്രഹാരത്തിനാണുള്ളത്. അപ്പോ തേരിന്റെ പ്രയാണം ആരംഭിച്ചു. അപ്പോ ഇപ്പൊ ഈ ബാക്കിൽ കാണുന്നത് മഹാരഥാണ്. അതിന്റെ മഹാരഥ സംഗമം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കാഴ്ചകളാണ്. 3 ദിവസങ്ങളായി നടന്നിരുന്ന 1-ാം തേര്, 2-ാം തേര്, 3-ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പൊ അതിന്റെ സംഗമത്തിന്റെ ആണ് ഒത്തിരി കാഴ്ചകളുണ്ട്. പിന്നെ ഫുഡിന്റെ കാഴ്ചകൾ കാണാൻ ഭയങ്കര ക്രൗഡായ കാരണം നമുക്ക് ഫുഡിന്റെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ബാക്കി കാഴ്ചകളായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ കൽപ്പാത്തിയിലെത്തി നമ്മളൊരു വെറൈറ്റി കണ്ടായിരുന്നു. തിരുവനന്തപുരത്തിന്റെ സ്വന്തം ബോളി, അതുപോലെ അടപ്പായസം. ഇത് നമുക്ക് കൽപ്പാത്തിയിൽ പരിചയപ്പെടുത്തിയ ഒരു ചേട്ടനുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ടൈം കഴിച്ചിരുന്നു, പക്ഷെ ഇവിടെ കൽപ്പാത്തി ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് നമുക്ക് പറയാം. ബോളി പായസം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ ഒരു എന്താ പറയാ ഭയങ്കര ഫുഡാണ് തിരുവനന്തപുരത്തിന്റെ. നെയ്ബോളിയാണ്, നെയ്ബോളി പായസം അടിപൊളിയാണ്. അപ്പോ കൽപ്പാത്തിയില് ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. എന്തായാലും അടുത്ത ദിവസ സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ആരെങ്കിലും ഒക്കെ ട്രൈ ചെയ്യണം. എന്തായാലും സൂപ്പറാണ്. ഇല്ല